ഹലോ ഫ്രണ്ട്സ്, നേരത്തെയുള്ള വീഡിയോസ് കണ്ടെന്ന് വിചാരിക്കുന്നു ഇല്ലേ? സിമ്പിളായിട്ടെല്ലാം മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ കമൻസ് ബോക്സിൽ ഇടുക, അതനുസരിച്ച് വീഡിയോ നന്നാക്കാം. പിന്നെ അതുപോലെ തന്നെ മറക്കല്ല, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. വളരെ ചെറിയ ടോപ്പിക്സ്, അതായത് എന്താ, നമ്മുടെ ഇഫ് ക്ലോസ്, ജെറണ്ട് ഇല്ലേ? ഇപ്പം നമുക്ക് കുറച്ച് വലിയൊരു ടോപ്പിക് എടുക്കാം, ടെൻസ്. അപ്പൊ ടെൻസ് എത്ര ടൈപ്പ് ഉണ്ട്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പ് ഉണ്ട്? പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. അതെ, 3 ടൈപ്പ് ടെൻസ് ഉണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. ഇനി ഓരോ ടെൻസിനും 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പൊ ടോട്ടൽ എത്ര ടെൻസ് ഉണ്ട്? നമ്മുടെ മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അതെ, 12 ടൈപ്സ് ഉണ്ട് അല്ലേ? ടെൻസ് 3 ടൈപ്പ് ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓരോന്നും 4 ടൈപ്പ് ഉണ്ട്. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനിയും ആദ്യത്തെ സിമ്പിൾ പ്രസന്റ് നമുക്ക് നോക്കാം. സിമ്പിൾ പ്രസന്റ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്. വേർബ് എന്ന് പറയുമ്പം പ്രസൻറ്റ് ഫോം ഓഫ് വേർബ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്ക്. ഷീ സിങ്സ് സോങ്സ്. ഷീ സിങ്സ് സോങ്സ്. അപ്പോൾ ഷീ എന്ന് പറയുമ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആണ്. സിങ്സ് പ്രസൻറ്റ് ഫോമിലുള്ള വെർബ്. ഓബ്ജക്റ്റ് സോങ്. അപ്പോൾ ഇതുപോലെ സിമ്പിൾ സെൻറ്റൻസ്, ഒരു സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ് ഉള്ളതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതുപോലെ തന്നെ ദേ സിങ് സോങ്സ്. അപ്പോൾ ഈ സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യൂഷ്വലി ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡെയിലി റൂട്ടീൻ. നമ്മുടെ ഡെയിലി റൂട്ടീൻ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ പ്ലേ ദ വയലിൻ എവറി ഡേ. ഐ പ്ലേ ദ വയലിൻ എവറി ഡേ. ഞാൻ എന്നും വയലിൻ വായിക്കും. അതൊരു ഡെയിലി റൂട്ടീനാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്. യൂണിവേഴ്സൽ ട്രൂത്ത്. എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. എല്ലാവർക്കും അറിയാം ഇല്ലേ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ട്രൂത്ത് പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. പിന്നെ സയൻറ്റിഫിക് ട്രൂത്ത്. ആദ്യം പറഞ്ഞ യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രപഞ്ച സത്യം. ഇപ്പോൾ പറയുന്നത് സയൻറ്റിഫിക് ട്രൂത്ത്. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സി. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സി. 100 ഡിഗ്രി ആകുമ്പോൾ വെള്ളം തിളയ്ക്കും. അതെല്ലാവർക്കും അറിയാം. അത് സയൻറ്റിഫിക് ട്രൂത്ത് ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രോവേർബ്സ്, കൊട്ടേഷൻ, മാക്സിംസ്, ഇതൊക്കെ പറയാൻ വേണ്ടി സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ ഡെയിലി റൂട്ടീൻ എക്സ്പ്രസ് ചെയ്യാൻ, യൂണിവേഴ്സൽ ട്രൂത്ത് അല്ലെങ്കിൽ സയൻറ്റിഫിക് ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രോവേർബ്സ്, മാക്സിം പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് യൂസ് ചെയ്യും. അപ്പം ടെൻസിൻ്റെ ഫസ്റ്റ് ടൈപ്പ് സിമ്പിൾ പ്രസൻറ്റ്. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. വേർബ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടെൻസ് ഓഫ് വേർബ്. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂവസ്. കണ്ടിന്യൂവസ്, ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂവസ്. അപ്പം അതിനകത്ത് നോക്ക്. അതിനകത്ത് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. സബ്ജക്റ്റ് പ്ലസ് ആം, ഈസ്, ആർ ആഡ് ചെയ്യുക. സിമ്പിൾ പ്രസൻറ്റിനകത്ത് സബ്ജക്റ്റ്, വേർബ്, ഓബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, ആം, ഈസ് അല്ലെങ്കിൽ ആർ, പിന്നെ വേർബ്. വേർബ് ഏതായിരിക്കും? ING ഫോം ആയിരിക്കും. സിംഗിങ്, ഡാൻസിങ്, അത് ING ഫോം ആയിരിക്കും വെർബ്. പിന്നെ പ്ലസ് ഓബ്ജക്റ്റ്. പ്രസൻറ്റ് കണ്ടിന്യൂസിനകത്ത് അഡീഷണൽ ആയിട്ട് എന്താണ്? ഈസ്, ആം, ആർ ആഡ് ചെയ്യുക. ഇവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട്. വെർബ് ING ഫോം ആയിരിക്കും. ഇതേ ഉള്ളൂ വ്യത്യാസം. ഐ ആം സിംഗിങ് എ ഹിന്ദി സോങ്. Reena is singing a Hindi song. They are singing Hindi songs. അപ്പോൾ ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞ പ്രസൻറ്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ഫോം ആയിരിക്കും വരുന്നത്. അപ്പോൾ അതേതാണ്? സബ്ജക്റ്റ് പ്ലസ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് ING ഫോം
പ്ലസ് ഓബ്ജക്റ്റ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് പറയുമ്പം ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വരും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ ഇഫ് ക്ലോസിനകത്ത് പെർഫെക്റ്റ് വരുമ്പോൾ ഏതാണ് ഹാഡ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇത് പ്രസൻറ്റ് ആയതുകൊണ്ട് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് PPV, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ ഏതാണ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്. പെർഫെക്റ്റ് ആയതുകൊണ്ട് ഹാസ് ഓർ ഹാവ് വരും പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് നോക്കിയപ്പം സബ്ജക്റ്റ് വേർബ് ഓബ്ജക്റ്റ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കിയപ്പം സബ്ജക്റ്റ് ആം or is or are plus ing form of verb plus object. ഇനി പെർഫെക്റ്റ് നോക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പെർഫെക്റ്റ് ആയതുകൊണ്ട് പിന്നെ വെർബ് ഏതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ പ്ലസ് ഓബ്ജക്റ്റ്. ഇത് നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടു എക്സ്പ്രസ് കംപ്ലീറ്റഡ് വർക്ക്സ് ഇൻ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, അതായത് നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത വർക്ക്. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. ഇപ്പം അങ്ങോട്ട് തീർന്നതേ ഉള്ളൂ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. നേരത്തെ തീർന്നതല്ല, നമ്മൾ ജസ്റ്റ് തീർത്തു നമ്മൾ ഈ സെൻറ്റൻസ് പറയുന്നു. ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ വർക്ക്. അതുപോലെ തന്നെ ടു എക്സ്പ്രസ്ഡ് പാസ്റ്റ് ആക്ഷൻ ഹൂസ് ടൈം ഇസ് നോട്ട് ഗിവൻ. ഒരു നേരത്തെ നടന്ന സംഭവമാണ്, പക്ഷെ അതിൻ്റെ ടൈം പറഞ്ഞിട്ടില്ല, സ്പെസിഫൈ ചെയ്തിട്ടില്ല. എക്സാമ്പിൾ ഐ ഹാവ് സീൻ ഹിം ബിഫോർ. നേരത്തെ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് സീൻ ഹിം ബിഫോർ. അപ്പം ഇത് രണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ആ സ്ട്രക്ചർ മാത്രം ഓർത്തിരുന്നാൽ മതി. സബ്ജക്റ്റ് പ്ലസ് ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബ് പ്ലസ് ഓബ്ജക്റ്റ്. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇനിയും ലാസ്റ്റ് വൺ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ പെർഫെക്റ്റ് ഉണ്ട്, പെർഫെക്റ്റിൻ്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം പെർഫെക്റ്റ് ആയതുകൊണ്ട്. പിന്നെ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ING ഫോം ഓഫ് വെർബാണ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രക്ചർ സെൻറ്റൻസ് എന്ന് പറയുമ്പം സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് ബീൻ. ബീനൂടെ ആഡ് ചെയ്യണം. ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് വെർബ് ഏതാണ് ING ഫോം ഓഫ് വെർബ്. പിന്നെ പ്ലസ് സിൻസ് അല്ലെങ്കിൽ ഫോർ. ഇത് കുറച്ച് നീണ്ടതാണ്, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പ്ലസ് സിൻസ് ഓഫ് ഫോർ പ്ലസ് ടൈം കൂടെ പറയണം. ടൈം ആയിരിക്കും ഇവിടെ ഓബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് ബീൻ ഏതാണ് വെർബിൻ്റെ ING ഫോം. പിന്നെ സിൻസ് അല്ലെങ്കിൽ ഫോർ പ്ലസ് ടൈം. ഇത്രയുമാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്? To express action that has started in the past and is still going on. എന്താണ് ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്. നേരത്തെ തുടങ്ങിയ ഏതോ ഒരു ആക്ഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഈ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ they have been working since 3 o'clock. They have been working since 3 o'clock. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ she has been working for 20 years. She has been working for 20 years. അപ്പോൾ അവിടെ ആ ഓപ്ഷൻ കണ്ടോ? ആദ്യത്തെ സെൻറ്റൻസിനകത്ത് സിൻസ്, രണ്ടാമത്തേനകത്ത് ഫോർ. സിൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നത്. സിൻസ് 3 o'clock, 3 o'clock മുതൽ അവിടെ വർക്ക് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സിൻസ് പറയുന്നത്. ഫോർ എന്ന് പറയുമ്പോൾ ഒരു ലോങ് പീരിയഡ് ഓഫ് ടൈം. ഫോർ 20 years. 20 years എന്ന് പറയുമ്പോൾ ഒരു നീണ്ട പീരിയഡാണ്. സോ ഫോർ 20 years. ഇപ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് ഉണ്ടായേണ്ട ഹാവ് അല്ലെങ്കിൽ ഹാസ് വരും, അതിൻ്റെ കൂടെ ബീനും വരണം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ബീനും വരണം. അതുപോലെ തന്നെ വെർബ് ഏതാണ് ING ഫോം വെർബ് പ്ലസ് എന്താ വേണം സിൻസും ഫോറും. സിൻസ് അല്ലെങ്കിൽ ഫോർ എന്താണ് ടൈം. ഇതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വെർബ് ഓബ്ജക്റ്റ്. രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആണ് ING ഫോം. സബ്ജക്റ്റ് ആം അല്ലെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ പ്ലസ് വെർബിൻ്റെ ING ഫോം പ്ലസ് ഓബ്ജക്റ്റ്. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് വരും. സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് PPV
ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബാണ് പ്ലസ് ഒബ്ജക്റ്റ്. പിന്നെ ഏറ്റവും നീണ്ടത് ഏതാണ്? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് ഉണ്ടായതുകൊണ്ട് ഹാസ് ഓ ഹാവ് വരും, അതിൻ്റെ കൂടെ ബീനും വരണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓ ഹാവ് ബീൻ പ്ലസ് ing ഫോം ഓഫ് വെർബ് പ്ലസ് സിൻസ് ഓഫ് ഫോർ പ്ലസ് ടൈം. നീണ്ട ഒരു സ്ട്രക്ചറാണ്. ഇത്രയും വരുമ്പം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്തിനെ എക്സ്പ്രസ് ചെയ്യുന്നു? നേരത്തെ തുടങ്ങിയ ആക്ഷന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സെൻറ്റൻസ് ആണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്.